ബിഗ് ബോസ് ഉണ്ടായിരുന്നപ്പോൾ മികച്ച കപ്പിൾസ് ആയിരുന്നു അനീഷും അനുമോളും. അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്ത് വലിയ രീതിയിലുള്ള ഓഡിയൻസിനെല്ലാം തന്നെ ഇഷ്ടമുണ്ടെന്ന് വേണം പറയാൻ. ഏതായാലും അനുമോൾ ജയിച്ചതിന് ശേഷം അനീഷും അനുമോൾ ഒന്നിച്ച് ഇതുവരെ വന്നില്ലല്ലോ എന്നുള്ള, അനീഷിനെ വിളിച്ചു എന്നെല്ലാമുള്ള ചോദ്യത്തിന് അനുമോൾ തന്നെ മറുപടി നൽകിയിരുന്നില്ല. ഇരുവരും ഒന്നിച്ചു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് മുമ്പിലേക്കാണ് അനീഷും അനുമോളും ഇപ്പോൾ ഒന്നിച്ചെത്തിയിരിക്കുന്നത്. പൊതുവെ ബിഗ് ബോസ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ എല്ലാവരും ഒന്നിച്ചു കൂടാറുണ്ട്. അത്തരത്തിൽ ഒന്നിച്ചുകൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അനുമോളിൻ്റെ കൂടെ അനീഷിനെ കണ്ടപ്പോൾ തന്നെ പകുതി പ്രേക്ഷകർ സന്തോഷമായി എന്ന് വേണം പറയാൻ. സ്റ്റാർ സിംഗറിൻ്റെ റീലോഡ് പരിപാടിക്കാണ് അനുമോളും അനീഷും ഷാനവാസും നൂറയും നെവിനും അക്ബറും എല്ലാം ഒന്നിച്ച് ടോപ്പ് 6 ഉണ്ടായിരുന്ന എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ആദിലുണ്ടായിരുന്നില്ല, എല്ലാവരും എത്തിയിട്ടുണ്ട്. അനുമോളുടെ സ്റ്റാർ മാജിക് ടീമെല്ലാം അവിടെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഡാൻസ് മാസ്റ്ററെ കണ്ടപ്പോൾ അനുമോൾ ഓടിച്ചെല്ലുന്നത്. എന്തായാലും എല്ലാവരും അനുമോളെ കാത്തിരിക്കുകയാണ്. വിന്നർ ആയതുകൊണ്ട് തന്നെ അനുമോൾക്ക് സ്പെഷ്യലായിട്ടുള്ള സ്വീകരണങ്ങൾ ഉണ്ട് എന്നാണ് പ്രേക്ഷകർ എന്തൊക്കെയാണെന്നാണ് അറിയേണ്ടത്. എന്തായാലും സ്റ്റാർ സിംഗറിൻ്റെ റീലോഡ് ഗംഭീരമാക്കുമെന്ന് ഉറപ്പായി. ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്കിടയിൽ വെച്ച് സഹമത്സരാർത്ഥിയായ അനുമോളെ അനീഷ് പ്രപ്പോസ് ചെയ്തതും ആ വിവാഹ അഭ്യർത്ഥന അനുമോൾ നിരസിച്ചതുമെല്ലാം വലിയ ചർച്ചയായിരുന്നു. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് അനുമോൾ പറഞ്ഞ വാക്കുകളാണ് ജനശ്രദ്ധ നേടുന്നത്. വിവാഹ അഭ്യർത്ഥന അനീഷിൻ്റെ ഗെയിമാണോ എന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഒരാളോട് ഇഷ്ടം തോന്നുക, അതിനുവേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് തോന്നി. തമാശയ്ക്ക് കാണിച്ച കാര്യങ്ങൾ പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ആങ്ങള പെങ്ങള എന്ന് പറയുന്നുണ്ട്. അനീഷ് ചേട്ടൻ ഇനി സീരിയസ് ആയിട്ടാണ് പ്രപ്പോസ് ചെയ്തതെങ്കിലും ഞാൻ നോ എന്നേ പറയൂ. ഞാൻ ചേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല. നല്ലതെന്ന് പറഞ്ഞ് നല്ലത് എല്ലാവരും കല്യാണം കഴിക്കാൻ നമുക്ക് പറ്റുമോ എന്ന് പറഞ്ഞാലും പുള്ളി ഇനി വീട്ടിൽ വന്ന് ചോദിച്ചാലും അനീഷിയുടെ നല്ലൊരു ക്യാരക്ടറാണ്. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പാടാണ്. എനിക്കും ആഗ്രഹങ്ങളില്ല. അവിടെ വെച്ച് അനീഷിനോടും അനുമോളോടും വിവാഹത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇരുവരോടും സെപ്പറേറ്റ് ആയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അനുമോളോട് ചോദിച്ച സമയത്ത് അനുമോൾ പറഞ്ഞത് എൻ്റെ വിവാഹം 2 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഉണ്ടാകൂ എന്നാണ്. എന്നാൽ അനീഷിനോട് ചോദിച്ച സമയത്ത് പറഞ്ഞത് അനീഷ് ഉടനെ തന്നെ വിവാഹം കഴിക്കുമെന്നാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വഴിയെ അറിയാമെന്നുമാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. അനീഷും അനുമോളും ഒരുമിച്ചെത്തിയപ്പോൾ തന്നെ പ്രേക്ഷകർ ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഇരുവരും തമ്മിൽ ആ സൗഹൃദം തുടർന്നു പോകണമെന്നാണ് പ്രേക്ഷകർ. ബിഗ് ബോസിന് ശേഷം അനീഷും അനുമോളും ഒരുമിച്ചെത്തുന്ന ആദ്യ പ്രോഗ്രാമാണിത്. നൂറയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടെങ്കിലും അനീഷ്, അനുമോൾ, ഷാനവാസ് തുടങ്ങിയവർ ആരും തന്നെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്നൊന്നും താരങ്ങൾ പറഞ്ഞിട്ടുമില്ല. ഇപ്പോഴത്തെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് തന്നെ ഒരുപാട് സന്തോഷമായി. പ്രത്യേകിച്ചും അനീഷും അനുമോളും ബിഗ് ബോസിന് ശേഷമാണ് ആദ്യമായിട്ടാണ് വീണ്ടും ഒരുമിച്ചെത്തുന്നത്. അതിൻ്റെ സന്തോഷവും പ്രേക്ഷകർക്കുണ്ട്. ഇരുവരും ഒരുമിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഇരുവർക്കും ഒന്നിച്ചുകൂടെ എന്ന ചോദ്യത്തിനുള്ള പ്രേക്ഷകർക്കാണ് കൂടുതലുള്ളത്. എന്നാൽ അനുമോൾ അനീഷിനെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് തന്നെയായിരുന്നു തുറന്നു പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.